ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? ബാപ്പ വിഗ്രഹങ്ങൾ ആരാധിച്ചിരുന്ന ആൾ, വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്ന ആളായിരുന്നു. സ്വന്തം ബാപ്പാന്റെ അടുത്തേക്ക് ദീനിന്റെ ദാവത്തിന്റെ പേരിൽ പോയതും, അതേപോലെ തന്നെ നമ്പൂറുദിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയതും, ഇങ്ങോട്ട് വിളിച്ചു വരുത്തല്ലേ ചെയ്തത്. അവരുടെ അടുത്തൊക്കെ അങ്ങോട്ട് പോയിട്ട് അള്ളാഹുവിനെ പറ്റി പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ, നമുക്ക് കാണാൻ കഴിയുള്ളൂ. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അതേപോലത്തെ സ്വന്തം ഭാര്യനെയും കുട്ടീനെയും മരുഭൂമിയിൽ ഒറ്റക്കാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു. ചരിത്രം ഖുർആനിൽ ഫുള്ള് അങ്ങനെ വിശദീകരിക്കുന്നു. സ്വന്തം ഭാര്യനെയും കുട്ടീനെയും മരുഭൂമിയിൽ ഒറ്റക്കാക്കുക. എന്തിനും വേണ്ടിയിട്ടാണ്? ഖിയാമത്ത് നാൾ വരെ ഒരു സമൂഹം വരാണ്ട് ആ സമൂഹത്തിന് മാതൃകയാക്കിക്കൊണ്ട്. നമ്മോട് അങ്ങനെ പോകാനൊന്നും വേണ്ടി പറയുന്നില്ല. നമ്മോട് പറയുന്നത് ഒരാൾ ഹജ്ജിന് പോകും പോലെ അല്ലെങ്കിൽ ഉംറക്ക് പോകും പോലെ, വീട്ടിൽ ഹജ്ജിന് പോകുമ്പോൾ എന്താവും, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ തർത്തീബായിട്ട് പോകും അല്ലേ. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കോ പോകുന്നുണ്ട്. ലണ്ടനിൽ പോകുന്നുണ്ട്, ഫ്രാൻസിൽ പോകുന്നുണ്ട്, പല ഭാഗത്തേക്കും പോകുന്നുണ്ട്. എന്തെയും വീട്ടിലത്തെ കാര്യങ്ങൾ തർത്തീബാക്കി എന്നിട്ട് അവർ പോകും. ഇതേപോലെ അങ്ങോട്ട് പോകാനും വേണ്ടി പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ ഹുക്കും, അള്ളാഹുവിന്റെ കൽപ്പന വന്നത് സ്വന്തം ഭാര്യനെയും കുട്ടിയും ഇട്ടിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ പറയുള്ളത്? ഫിറൗന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് വരികയല്ലേ ചെയ്തത്. ഫിറൗൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ, ഇങ്ങോട്ട് വരും, ഇവിടെ ഒരു ദീന്റെ മജ്‌ലിസ് ഉണ്ട്. അങ്ങനെയല്ല, അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു. ദാവത്ത് ജനങ്ങളടി പോയി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി പറയുകയാണെങ്കിലും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണെങ്കിലും, ദീനിന്റെ പേരിൽ ദീന്റെ യാത്രകൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ദീന്റെ മാർഗത്തിൽ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നബിമാരുടെ ജോലി അവനക്ക് ഏൽപ്പിച്ചു കൊടുക്കും. നബിമാരുടെ ജോലി ഏൽപ്പിച്ചു കൊടുക്കും. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. ഖിയാമത്ത് നാൾ വരെ വേറെ നബി വരില്ല. അവസാനത്തെ നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഖിയാമത്ത് നാൾ വരെ ഈ ദീന് ലോകം ഇവ എത്തിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ഈ ഉമ്മത്തിങ്ങൾക്ക് അത്രയും മഹത്വമുണ്ട്. നാളെ ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, നാളെ സ്വർഗത്തിൽ 120 സഫ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ 40 സഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിങ്ങളായിരിക്കും. 980 വർഷം 1000 വർഷമൊക്കെ ജീവിച്ച നൂഹ് നബി അലൈഹി സ്വലാം കൗമ അവിടെ ഉണ്ട്. പക്ഷെ അവരെക്കാൾ മുമ്പ് നമ്മൾ കടക്കും. വെറും 60-70 വർഷം ജീവിച്ച നമ്മൾ ഇബാദത്തിന്റെ പേരിലല്ല, നിസ്കാരം കൊണ്ടും ദിക്ർ കൊണ്ടും ദുആ കൊണ്ടൊക്കെ മുന്നേറാണെങ്കിൽ അവരുടെ അടുത്തേക്ക് എത്തൂല നമ്മൾ. കാരണം നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൗമൊക്കെ 980 വർഷം ദിക്റും ദുആ കൊണ്ടൊക്കെ അവരുടെ ഒരു ഭാഗത്ത് പോലും നമ്മൾ എത്തൂല. പക്ഷെ നമുക്ക് 2 ഉത്തരവാദിത്തമാണ്. ഒന്ന്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ ജീവിതം ഉണ്ടാക്കുക. അതോടുകൂടിയാണ് ലോകം ഇവ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം. ഈ 2 ഉത്തരവാദിത്തം നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. അതായത് ഇബാദത്തിന്റെ ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്, ദഅവത്തിന്റെ ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. 2 ഉത്തരവാദിത്തം നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ ആളുകൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തം നമ്മളെ കയ്യിൽ തന്നിട്ടാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ ആശയത്തിൽ വരുന്നുണ്ട്, നിങ്ങളൊരു ആയത്താണെങ്കിൽ ശരി അത് എത്താത്തടത്തേക്ക് എത്തിച്ചു കൊടുക്കും. ഇത് നമ്മൾ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്ത പൂർത്തീകരണത്തിന്റെ പേരിൽ ഇവർ യാത്ര ചെയ്തു കാരണമായിട്ട് നമ്മുടെ നാടുകളൊക്കെ ദീനെത്തിയത്. ഞാനൊരിക്കൽ ദീന്റെ പേരിൽ യാത്ര ചെയ്തപ്പോൾ ഒരു വലിയ ഒരാളോട്, അടുത്തൊരാളോട് പറഞ്ഞു, ഒരു ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഒരു ദുആ ചെയ്യണം, ഞാൻ ദീന്റെ പേരിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്, പിന്നെ വിദേശ രാജ്യത്തേക്കാണ് പോകുന്നത്, നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് വലിയ അത്ഭുതത്തോടു കൂടി, കാരണം ദീന്റെ പേരിൽ യാത്ര ചെയ്യുക ഉസ്താദ് കേട്ടിട്ടുണ്ട്, എന്നാലും ഉസ്താദ് ചോദിച്ചു, അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഉസ്താദ് ചോദിച്ചു, ഇതെങ്ങനെയാണ്, എത്ര ചെലവ് വരും, എത്ര ഇത് വരും? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏകദേശം കണക്കൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾക്ക് എന്നാൽ മക്കത്തേക്ക് പോയിക്കൂടെ, മദീനത്തേക്ക് പോയിക്കൂടെ, അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ, അതുപോലെ മദീനയിൽ പോയിട്ട് അവിടെയൊക്കെ പോവുക, അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദ് തീർച്ചയായിട്ടും പ്രതിഫലമുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്കത്തും മദീനത്തൊക്കെ പോകാനുള്ള തൗഫീഖ് നൽകുമാറാട്ടെ. വലിയ പ്രതിഫലമുള്ള തന്നെ, സംശയമൊന്നുമില്ല. ഒരാൾ മക്കത്ത് പോയിട്ട് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി 1,00,000 പ്രതിഫലമാണ്. ഒരാൾ മദീനയിൽ നിന്ന് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി 50,000 സുബ്ഹാനല്ലാഹ് ചൊല്ലി പ്രതിഫലമാണ്. ഒരാൾ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലി 25,000 സുബ്ഹാനല്ലാഹ് ചൊല്ലി പ്രതിഫലമാണ്. മക്കത്ത് നിന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ 1,00,000 2 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. അതേപോലെ മദീനയിൽ നിന്നാണെങ്കിൽ 50,000 ആണ്. അതേപോലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണെങ്കിൽ 25,000 ആണ്. പക്ഷെ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്, 1,00,000 7,00,000 പ്രതിഫലം. മക്കത്താണെങ്കിൽ 1,00,000 ആണ്, മദീനത്തിലാണെങ്കിൽ 50,000 ആണ്, ബൈത്തുൽ മുഖദ്ദസാണ് 25,000 ആണ്. പക്ഷെ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെങ്കിൽ 7,00,000 ആണ് അതിൻ്റെ പ്രതിഫലം. 7 lakh.
അതുകൊണ്ടാണ് സഹാബാക്കളുടെ ഖബറൊന്നും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, കൂടുതൽ മക്കത്തോ മദീനത്തോ കാണാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞാൻ സഹാബാക്കളുടെ ഖബറുകൾ മൊത്തം അന്വേഷിച്ച് മക്ക മദീന മുഴുവൻ തപ്പി. അപ്പോൾ എനിക്ക് ആകെ കാണാൻ കഴിഞ്ഞ 15,000 സഹാബാക്കളുടെ ഖബറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ ഹജ്ജിനുണ്ടായിരുന്ന 1,00,000 പരം സഹാബാക്കൾ ഉണ്ടായിരുന്നു. ചരിത്രത്തിൽ കാണുന്നത് 1,00,000 മേലെ സഹാബാക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ 15,000 താഴെ സഹാബാക്കളെ എവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ? മക്കയിലും മദീനയിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സഹാബാക്കളൊക്കെ ഇങ്ങോട്ട് പോയി. ബാക്കിയുള്ള സഹാബാക്കൾ മുഴുവൻ ലോകം മുഴുവൻ പോയി. അതിൻ്റെ പേരിലെ ദീൻ നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ളൂ. വെറുതെ എത്തിയൊന്നല്ല, അവർ ത്യാഗം ചെയ്ത്, അവർ കഷ്ടപ്പെട്ട്. ഇന്നത്തെ GPS ഇന്നത്തെ GPRS അല്ലെങ്കിൽ മറ്റുള്ള ടെക്നോളജി ഒന്നുമില്ല. പായ്ക്കപ്പലാണ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പായ്ക്കപ്പലിനെ പറ്റി പറയുന്നുണ്ട്, കാറ്റ് വീശുന്നതിനനുസരിച്ച് പായ് കെട്ടിയിട്ടാണ് അവർ പോന്നിരുന്നത്. അതും അതിൻ്റെ മേലെ കയറി ഇറങ്ങുന്ന വലിയ റിസ്ക് ഉള്ള ഒരു സംഭവമായിരുന്നു. കാരണം കാറ്റിനനുസരിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കണം. അങ്ങനെ എത്തിയതാണ് അവരിവിടെ. ഇന്നത്തെ പോലെയുള്ള GPS GPRS അല്ലെങ്കിൽ ടെക്നോളജിയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷ ട്രാൻസ്ലേറ്ററോ ഗൈഡോ ഒന്നുമില്ലെന്ന് ഇവിടെ ഏറ്റെടുക്കാൻ സഹാബാക്കളോട് എത്തി. മമ്പുറം തങ്ങളെ പറ്റി പറയുമ്പോൾ മമ്പുറം യമന്നാണ് എത്തിയത്. തിരുവനങ്ങാടിയിൽ യമന്നാണ് എത്തിയത്. എത്ര ദൂരത്തു നിന്ന് എത്തിയത്? മക്തൂം കുടുംബം യമന്നാണ് പൊന്നാനിയിലെത്തിയത്. മാലിക് ദിനാറും കൂട്ടറും ഇവിടെ നിന്ന് എത്തിയത്. ഇപ്പോൾ ഇവിടെ ഒരു ഉറുദു ജമാഅത്ത് ഉണ്ട്, ഡൽഹിയിൽ നിന്നുള്ളൊരു ജമാഅത്ത് ഉണ്ട്. മാഷാഅല്ലാഹ് തിരൂര് തലക്കെടുത്തൂര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 40 ദിവസത്തിന് വേണ്ടി ഇവിടെ വന്നാണ്. അപ്പോൾ അവരോട് പറഞ്ഞു, ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ കേരളം മുതൽ അങ്ങ് പാകിസ്ഥാൻ അതിൻ്റെ അപ്പുറത്തുള്ള രാജ്യം വരെയുള്ള അന്നത്തെ ആ കാലഘട്ടത്തിൽ ഹിന്ദുസ്ഥാൻ. ഈ ഹിന്ദുസ്ഥാനിലെ ഏറ്റവും ആദ്യത്തെ മസ്ജിദ് കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഓൽക്ക് ആ മസ്ജിദ് കാണാൻ വലിയ ആഗ്രഹം. ഓൽക്ക് വലിയത് അത്രയും ദൂരം 2-2.5 ദിവസം യാത്ര ചെയ്ത് ഡൽഹിയിൽ നിന്ന് ട്രെയിൻ വഴി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ദീനിൻ്റെ ദേവത്തെ നമ്മൾ ഈ പള്ളിയിലൊക്കെ വന്നിരുന്നു. മാഷാഅല്ലാഹ് ഡൽഹിയിൽ അവർ എന്താ പറയുക, നല്ല ദീനി പ്രവർത്തനം ചെയ്യുന്ന ആളുകളാണ്. മാഷാഅല്ലാഹ് അവർ ഇപ്പോൾ തലക്കെടുത്തോട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയ ആഗ്രഹം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവർക്ക് വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ന് വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ്, ഞാൻ നാളെ മറ്റന്നാളെ ഞങ്ങൾ ഡൽഹിക്ക് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, പക്ഷെ ഞങ്ങൾക്ക് ഇന്ന പള്ളി ഇന്നോടത്ത് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ആ പള്ളിയും കൂടി കണ്ടിട്ട് പോകാൻ വലിയ ആഗ്രഹമുണ്ട്. സ്വാതന്ത്ര്യം പറഞ്ഞാൽ കേരളത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ദീന് നമ്മളെ കയ്യിലെത്തിയിട്ടുള്ളത്. ഇനി ഈ ദീന് ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളുടെ ഓരോ മനുഷ്യരുതാണ്, ഓരോ മുസ്ലിമുകളുടെ. അതുകൊണ്ട് ഈ ദീന് ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ഈ ദീനിൻ്റെ ദാവത്തിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് യാസീനിൽ പറഞ്ഞ എന്താണ്, ഒരു 2 ആൾക്കാർ ഒരു നാട്ടിലേക്ക് ദീനിൻ്റെ ദാവത്തിന് വേണ്ടി വരുന്നു. അതിൻ്റെ തഫ്സീർ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം കിട്ടുമല്ലോ, മലയാളം കിട്ടുന്നുണ്ടല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. സൂറത്ത് യാസീനെ പറ്റി എന്താ പറഞ്ഞിട്ടുള്ളത്? സൂറത്ത് യാസീന് രാവിലെ ഓതിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഓതിക്കഴിഞ്ഞാൽ രാവിലെ വരെയും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്നു. സൂറത്ത് യാസീൻ മരിക്കുന്ന സ്ഥലത്ത് മരണപ്പെടുന്ന സ്ഥലത്ത് ഓതുകയാണെങ്കിൽ മരണം അവർക്ക് എളുപ്പമാക്കി തീർക്കും. അതേപോലെ പ്രസവം നടക്കുന്ന സ്ഥലത്ത് ഓതുകയാണെങ്കിൽ പ്രസവം അവർക്ക് എളുപ്പമാക്കി തീർക്കും. സൂറത്ത് യാസീനെ പറ്റി ഒത്തിരി ഫളായിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ മുസ്ലിമുകളുടെയും ഹൃദയത്തിൽ സൂറത്ത് യാസീൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സൂറത്ത് യാസീനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ശരിയായ രീതിയിൽ ഓർമ്മിച്ച് ഓതാനുള്ള തൗഫീക്ക് നൽകുമാറാട്ടെ. നമുക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ നിന്നൊക്കെ സൂറത്ത് യാസീൻ പഠിക്കൽ നിർബന്ധമാണ്. മെയിനായിട്ട് അടി കിട്ടില്ല ഇതിനാണ് സൂറത്ത് യാസീൻ ഓതനകത്ത്. അത്രയും പ്രതിഫലമുള്ള സൂറത്ത് യാസീൻ. ഖുറാൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ഈ സൂറത്ത് യാസീനിൽ മെയിനായിട്ടൊരു സംഭവം പറയുന്നത് ഒരു കൂട്ടർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യാത്ര ചെയ്ത് ഒരു നാട്ടിലേക്ക് വരികയാണ് ദീനിൻ്റെ ദാവത്തിനും വേണ്ടിയിട്ട്. എന്നിട്ട് യാത്ര ചെയ്തിട്ട് അവരോട് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ആ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇതെന്താണ്, ഇത് പുതിയതാണല്ലോ, ഇത് നമ്മുടെ ബാപ്പക്കാരന്മാരായിട്ട് ഇല്ലാത്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ നാട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണെങ്കിൽ അവർ വിശ്വസിച്ചോളിയും. അവരെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ദീനുള്ളവരെ പോലെ കാണുന്നുണ്ട്, നല്ല ആളുകളെ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ തന്നെ അതിൻ്റെ അർത്ഥം വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, അവർ ഈ പറയുന്നതിന് എന്ത് വാങ്ങുന്നൊന്നുമില്ല, ക്യാഷൊന്നും വാങ്ങുന്നില്ല, അവർ പൈസ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ ഈ വേറെ നാട്ടിൽ നിന്ന് ഓടി വന്ന അദ്ദേഹം ആ നാട്ടുകാരനാണ്. അപ്പോൾ പറഞ്ഞു, ഇയാൻ ഈ ശല്യത്തിനെ, ഈ ശകുനത്തിനെ ഇവിടെ കൊടുന്നിക്കണെന്ന് വെച്ചിട്ട് അവനെ കൊല്ലുകയാണ്. കൊന്ന ആ ഷഹീദായ സമയത്ത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറയാണ്, പഠിച്ചോനെ ഇതിൻ്റെ ഉമ്മത്ത് കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. ഇത്രയും പ്രതിഫലമുള്ള തയ്യാറല്ല ഇൻഷാ അല്ലാഹ് ഈ പരിശ്രമം ചെയ്യാൻ. ഇൻഷാ അല്ലാഹ്
അതുകൊണ്ട് നമ്മോട് പറയുന്നത് ഗസ്ത് ചെയ്യാനാണ്. ഗസ്ത് എന്ന് പറഞ്ഞാൽ 4 അമലുകളുടെ കൂട്ടമായ ഒരു പരിശ്രമമാണ് ഗസ്ത് എന്ന് പറഞ്ഞാൽ. ഗസ്ത് എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക എന്നാണ്. ദീൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യാം? കറങ്ങണം ദീൻ്റെ പേരിൽ. അതുകൊണ്ട് ഈ ഗസ്ത് ചെയ്യാന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലമാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ദഅവത്തിന് സ്വന്തം ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാഴ്ച ജീവിതം ഉണ്ടാകണം, സ്വന്തം നാട്ടിലുണ്ടാകണം, ലോകം മുഴുവൻ ഉണ്ടാകണം. ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യണം? ഒരു സംഘം പുറത്തേക്ക് ഇറങ്ങണം. ഒരു സംഘം പുറത്തേക്ക് ഇറങ്ങണം. ആരൊക്കെ തയ്യാറ്? ഇൻഷാ അല്ലാഹ് പറയും. ആക്കെ തയ്യാറല്ല? ഇൻഷാ അല്ലാഹ്. വേറെ ആരൊക്കെ? ഇൻഷാ അല്ലാഹ് ഒന്ന് ബാവാക്ക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇറങ്ങൂല? ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. ഹാജി സാഹിബിന് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. വേറെ ഇൻഷാ അല്ലാഹ് 1-2 ആൾക്കാരെ വിളിച്ചോളി. ആരെങ്കിലും അവിടെ എന്തോ മശൂറ നടക്കാൻ അവിടെ. ബാവക്ക 1-2 ആൾക്കാർ ഗസ്റ്റിനും വേണ്ടി വിളിച്ചേക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് ജനങ്ങളെ ഇടയ്ക്ക് പോകണം. ഇത് വലിയ പ്രതിഫലമാണ്. ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്. രാവിലെ വൈകുന്നേരം ഒന്നും കൂടി അടുത്തേക്ക് ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. എനിക്ക് പോയിക്കൂടെ അവരെ കൂടെ നോക്കട്ടെ അവരെന്താണ്. അല്ലെങ്കിൽ അവിടെ ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. പോകണില്ല. ഹദീസിൻ്റെ ആശയത്തിൽ വരുന്നുണ്ട്, രാവിലെ വൈകുന്നേരം അല്പസമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ഈ ദുനിയാവിലുള്ള എല്ലാ വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ പ്രതിഫലമാണ്. കുറഞ്ഞ സമയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടും. വേറൊരു ഹദീസിൻ്റെ ആശയത്തിലുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു മല വേറൊരു മലയോട് വിളിച്ചു പറയും, ഇതാ ഖിയാമത്ത് നാളായിട്ടില്ല, ഇപ്പോഴും ഇതാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആളുകൾ ഇറങ്ങി പുറപ്പെടുന്നു. വലിയ പ്രതിഫലമാണ്. ഇതിൻ്റെ പേരിൽ ചെല്ലുന്ന ഓരോ അമലിനും 7 ലക്ഷം പ്രതിഫലമാണ്. 7 ലക്ഷം പ്രതിഫലമാണ്. വലിയ. വേറെ ഹദീസിലുണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ തട്ടുന്ന പൊടിയും നരകത്തിലെ പുകയും തമ്മിൽ യോജിക്കൂല. അതുകൊണ്ട് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ പ്രതിഫലം. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇറങ്ങണം. വേറെ ആരൊക്കെ? നിങ്ങളൊന്ന് നോക്കി ഇൻഷാ അല്ലാഹ്. ഒന്ന് ഇറക്കിക്കളി. 2-3 ആൾക്കാരെ ഇറക്കിക്കളി ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ജനങ്ങളെ ഇടയ്ക്ക് ഒരു സംഘം ഇറങ്ങുമ്പോൾ എന്ത് വേണം? ദുആയിലൊരാൾ വേണം. സത്യത്തിൽ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അവർക്ക് വേണ്ട സംരക്ഷണം, പറയുന്ന ആളുകൾക്ക് ഇത് പറയാനുള്ള കഴിവ്, ഇത് മുഴുവൻ അള്ളാഹുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ദിക്ർ ദുആയിൽ എന്ത് ചെയ്യണം? ഒരാളിരിക്കണം. ഷലാര തയ്യാറ്? ദിക്ർ ദുആയിൽ ഇരുന്നൂടെ? ഇൻഷാ അല്ലാഹ്. നിങ്ങളല്ല ഇൻഷാ അല്ലാഹ്. ദുആയിൽ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. ജമാഅത്ത് അവിടെ ഇറങ്ങും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇസ്തിഖ്ബാൽ 2 ആൾക്കാർ വേണം. അതായത് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ 2 ആൾക്കാർ വരണം. കാരണം ഇതെന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു അമലാണ്. ഇത് പെട്ടെന്ന് നമുക്ക് ഇത് പരിചയമില്ലാത്തതിൻ്റെ പേരിലാണ്. അതായത് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഇവരെന്ത് ചെയ്യും? ഗസ്റ്റ് ചെയ്യും, ആരെങ്കിലുമൊക്കെ കെലിമ ചെല്ലും, എന്നിട്ട് എന്ത് ചെയ്യും? അവരെ സ്വീകരിച്ച് അവർക്ക് ഒതു അറിയില്ലെങ്കിൽ ഒതു പഠിപ്പിച്ചു കൊടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് 6 മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ്. 6 മണി മുതൽ ദുആയിൽ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അതുവരെ വേണ്ടി ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഇരുത്തം കാരണമായിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരുമാറട്ടെ. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറഞ്ഞ കാലത്തേക്ക് ദുനിയാവിലേക്ക് അയച്ചതാണ്. വളരെ കുറഞ്ഞ കാലത്തേക്കാണ്. നമ്മൾ ഈ ദുനിയാവ് വരുന്നതിന് തൊട്ട് മുമ്പ് എവിടെയായിരുന്നു? നമ്മൾ എവിടുന്നാണ് വരേണ്ടത്? നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? നമ്മളോട് ചോദിച്ചേക്കാം. ഒരാൾ ബസ്സിൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ പേര് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, എൻ്റെ പേര് അബ്ദുസലീമാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അബ്ദുസലീം എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്കറിയില്ല പറഞ്ഞു. എവിടുന്നാ വരണം ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞ്, എനിക്കറിയില്ല പറഞ്ഞു. എന്തിനാ പോകണമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, എനിക്കറിയില്ല. അവനെ പറ്റി നമ്മൾ എന്താ പറയലേ? എന്തെങ്കിലും പറയാത്ത ഭ്രാന്തെന്ന് പറയില്ല. അവനക്കെന്തോ പ്രശ്നം. നമ്മളോട് ചോദിച്ചു നോക്കി, നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു ഒന്ന് ചോദിച്ചു നോക്കി. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അല്ലേ? അതിന് മുമ്പ് എവിടെയായിരുന്നു? അതിൻ്റെ മുമ്പ് എന്താ പറയാ, ഒരു ശുക്ലത്തുള്ളിയിൽ അല്ലേ? അതിന് മുമ്പ് എവിടെയായിരുന്നു? അതിന് മുമ്പ് ഉപ്പാന്റെ മുതുകിലായിരുന്നു. എവിടെയായിരുന്നു? ഉപ്പാന്റെ മുതുകിലായിരുന്നു. അതിന് മുമ്പ് എവിടെയായിരുന്നു? അതിന് മുമ്പ് പച്ചക്കറിയിലായിരുന്നു. നമ്മൾ ഉപ്പ കഴിച്ച വെണ്ടക്ക, കൈപ്പങ്ങ, അരി, ഭക്ഷണങ്ങളിലായിരുന്നു, ഭക്ഷ്യനാണ്യങ്ങളിലായിരുന്നു അതിന് മുമ്പ്. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഇതൊക്കെ ഉണ്ടായത് എവിടുന്നാണ്? ഇതെല്ലാം ഉണ്ടായത് എവിടുന്നാണ്? മണ്ണിന്നുണ്ടായതാണ്. എവിടുന്നുണ്ടായതാണ്? ഈ പയവർഗ്ഗങ്ങൾ മുഴുവൻ എവിടുന്നുണ്ടായതാണ്? പാലാണെങ്കിൽ എന്താണ്? പശു ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ ഉണ്ടാവുന്നത് അല്ലേ? എല്ലാം ഉണ്ടായിക്കേണ്ട എവിടുന്നാണ്? മണ്ണിന്നാണ്. മണ്ണിന്നുള്ള വിഭവങ്ങൾ
നമ്മളെ ഉപ്പ കഴിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെന്താക്കി? ഉമ്മാനെ ഗർഭപാത്രത്തേക്ക് നിക്ഷേപിച്ചു.